സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള ആൾക്കാർ, എസ്പെഷ്യലി ബയോളജി എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഒരു പക്ഷേ മെഡിസിൻ എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരിക്കും. ഇന്ത്യക്ക് പുറത്തുള്ള ഓപ്ഷൻസാണ് കൂടുതൽ നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഏത് രാജ്യത്താണ് പഠിക്കുന്നത്, ആ രാജ്യത്ത് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അവർക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് യൂറോപ്പാണ്. യൂറോപ്പിൽ തന്നെ ഷെങ്കൻ സോണിലുള്ള രാജ്യങ്ങൾ, നമുക്കറിയാം 29ഓളം രാജ്യങ്ങൾ യൂറോപ്പിലെ ഷെങ്കൻ സോണിലുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ള അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ അവിടെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാനും അവിടെ തന്നെ നമുക്ക് ജോലി ചെയ്യാനും അവിടെ തന്നെ സെറ്റിൽ ഡൗൺ ചെയ്യാനും ഒരു കുറച്ചുകൂടി ലോങ്ങർ വേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ PR കിട്ടാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ വരുന്നത് UK വരുന്നത്. UK നമുക്കറിയാം എഡ്യൂക്കേഷൻ വളരെ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പം ആ ഒരു ഓപ്ഷൻ അത്രയും ഒരു പൈസയൊക്കെ അഫോർഡ് ചെയ്യാനായിട്ട് കിട്ടുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. UK ഏകദേശം ഒരു 42 ലക്ഷം രൂപയൊക്കെയാണ് പെർ ഇയറിൽ കോസ്റ്റ് വരുന്നത്. ഏകദേശം ഒരു 6 വർഷത്തോളം നിങ്ങൾക്ക് അവിടെ MBBSൻ്റെ പഠനം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അവിടെ പഠിച്ചു കഴിയുമ്പം നമുക്ക് ഏകദേശം ഒരു 2.5-3 കോടിയുടെ അടുത്തുള്ളൊരു എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് അവിടെ തന്നെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇൻ കേസ് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ട്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് UK ഗ്രാജുവേറ്റ്സിന് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് FMG എക്സാം ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളില്ല. അടുത്ത് തന്നെ നീറ്റിൻ്റെ കുറച്ച് റെഗുലേഷൻസ് വരുന്നുണ്ട്. അതിലും നമുക്ക് ബേസിക്കലി UK അല്ലെങ്കിൽ US, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നുള്ള രാജ്യങ്ങളിലത്തെ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് ഇന്ത്യയിൽ ലൈസൻസിങ്ങിൻ്റെ വേറൊരു അഡീഷണൽ ആയിട്ട് റിക്വയർമെൻറ്റ് ആസ് ഇറ്റ് ഇസ് ഇല്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അതിലിനിയും കുറേ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആസ് ഓഫ് നൗ FMG എന്നുള്ള എക്സാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ബേസിക്കലി ഈ പറഞ്ഞുള്ള ബ്രിട്ടീഷ് ഗ്രാജുവേഷനുള്ള മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് ഇന്ത്യയിൽ വന്ന് വേറെ ലൈസൻസിങ്ങിൻ്റെ ആവശ്യമില്ല. ഈ കുട്ടികൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയുടെ ബേസിലായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അത്ര വലിയ ടഫായിട്ടുള്ള ഇൻ്റർവ്യൂ അല്ല. അത് ഏകദേശം ഒരു മാർച്ച്-ഏപ്രിൽ മാസത്തിലാണ് അതിൻ്റെ ഇൻ്റർവ്യൂസ് നടക്കേണ്ടത്. അപ്പോൾ 2026 സെപ്റ്റംബറിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UK കൺസിഡർ ചെയ്യാവുന്നതാണ്.